നമസ്തേ. ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എന്ന് പറയുന്ന ഉത്രാടം നക്ഷത്രത്തെക്കുറിച്ചാണ്. ഉത്രാടം നമുക്കറിയാം. ഉത്രാടം നക്ഷത്രത്തിൽ ഒരുപാട് മഹാന്മാർ ജനിച്ചിട്ടുള്ള ഒരു നക്ഷത്രമാണ്. മഹാഭാരതത്തിലെ ഭീഷ്മർ ഉത്രാട നക്ഷത്രത്തിൽ ജനിച്ച ആളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ഇന്ദിരാഗാന്ധി, നമ്മുടെ മുൻ പ്രധാനമന്ത്രി, പിന്നെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന എബ്രഹാം ലിങ്കൺ, നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഇതിഹാസമായിരുന്ന സുനിൽ ഗവാസ്കർ, നമ്മുടെ ഗാനഗന്ധർവനാണ് യേശുദാസ്, അദ്ദേഹം ഉത്രാട നക്ഷത്രക്കാരനാണ്. പിന്നെ നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ താരരാജാവ് രജനീകാന്ത്, പിന്നെ നമ്മുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലെ മെയിൻ ആളായിരുന്ന ജയപ്രകാശ് നാരായൺ, JP എന്നറിയപ്പെടുന്നു. ഇവരെല്ലാം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാരാണ്. ഉത്രാടം പേര് എടുക്കാൻ പറ്റുന്ന നക്ഷത്രമാണ്. അവർ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ സെക്കൻഡ് ഹാഫിൽ പേരെടുക്കുന്നവരാണ് അവരെന്നാണ്. നമുക്കിനി ആ നക്ഷത്രത്തിൻ്റെ പ്രത്യേകതകളും നോക്കിയിട്ട് അതിൻ്റെ 2025 ഫലങ്ങളെ പറ്റി പറയാം. 2025 ഫലങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ ലാൽക്കിതാവ് പരിഹാരങ്ങൾ, ജം സജഷൻസ്, നല്ല മാസങ്ങൾ, മറ്റ് പരിഹാരങ്ങളൊക്കെ ഞാനിതിൽ പറയുന്നുണ്ട്. കൂടാതെ ഉത്രാടത്തിൻ്റെ 2 ഭാഗത്താണ് നിൽക്കുന്നത്. ആദ്യത്തെ ഒരു ഭാഗം ധനുവിലും മറ്റേ 3 ഭാഗം മകരവുമാണ്. അത് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഉത്രാട നക്ഷത്രത്തിൻ്റെ വിശ്വദേവതകൾ, ദേവത എന്ന് പറയുന്നത് വിശ്വദേവതയാണ്. ഞാൻ എല്ലാ നക്ഷത്രവും ദേവതകളെ കൂടെ നോക്കിയിട്ടാണ് പറയാറുള്ളത്. വിശ്വദേവതയാണ്. ദേവത എന്ന് പറഞ്ഞാൽ കശ്യപ പ്രജാപതിക്ക് ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായ അതിഥിയിൽ ജനിച്ചവരാണ് ഭാരതീയ ദേവന്മാരിൽ അധികം പേര്, കൂടുതൽ ആൾക്കാർ. ആ ദേവതകളുടെ ഹെഡാണ്. പക്ഷേ അത് പറയുന്നത് എണ്ണത്തിൽ 33 കോടി ദേവന്മാരുണ്ടെന്നാണ് പറയുന്നത് ഹിന്ദു പുരാണത്തിൽ. അതിൻ്റെ ഹെഡാണ് വിശ്വദേവതകൾ. അപ്പോൾ എല്ലാത്തിനും മീതെയാണ്. ആ വിശ്വദേവത എന്ന് പറയുമ്പോൾ തന്നെ അതിന് സുപ്രീം ആയിട്ടുള്ള ഒരു ദേവതയായിട്ടാണ് വയ്പ്പ്. കൂടുതൽ കഥകളും കാര്യങ്ങളൊന്നും പറയില്ലെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരുപാട് ഉപകഥകളൊക്കെ ഉണ്ട്. ഞാൻ ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം, നമ്മൾ നോക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന് നക്ഷത്ര ദേവത, വിശ്വദേവതകൾ. അപ്പോൾ സുപ്രീമാണെന്ന് നമ്മൾ പറയും. അടുത്ത പറയുന്നത് മൃഗം. എല്ലാ മൃഗങ്ങൾക്കും എല്ലാ നക്ഷത്രങ്ങൾക്കും ആചാര്യൻ ഓരോ മൃഗത്തെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉത്രാടം നക്ഷത്രത്തിന് കൊടുത്തിട്ടുള്ള മൃഗം കാളയാണ്. കാളയെന്ന് പറഞ്ഞാൽ നമ്മൾ കാളയെ പറ്റി പറയുമ്പോൾ ജ്യോതിഷപരമായിട്ടും പുരാണപരമായിട്ടും നമ്മൾ ആലോചിക്കുമ്പോൾ വരുന്നത് ശിവൻ്റെ വാഹനമായ നന്ദി മഹാരാജനെയാണ്. നന്ദി എന്ന വെളുത്ത നിറമുള്ള കാളയാണ് നമ്മൾ പറയുന്നത്. ത്രിമൂർത്തികളിൽ വകുപ്പ് ശിവൻ്റെ വകുപ്പ് എന്ന് പറഞ്ഞാൽ സംഹാരമാണല്ലോ. അതിലെ നീതിയെ പ്രതിനിധീകരിക്കുന്ന നിറമാണ് വെളുപ്പ്. അതുകൊണ്ട് വെളുത്ത കാള എന്ന് എടുത്തു പറയാൻ കാരണം അതാണ്. ഈ നന്ദികേശൻ എന്ന് പറയുന്ന കാളയെപ്പറ്റി പല കഥകളുണ്ട്. ആ കഥകളോട്ട് ഞാൻ പോകുന്നില്ല. ആ കാള നന്ദി ജനിച്ച 10ാം വയസ്സിൽ തന്നെ മഹാപണ്ഡിതനായി എന്നാണ് പുരാണം പറയുന്നത്. അപ്പോൾ സാധാരണ കാളയല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ശിവൻ്റെ ഏത് ഫോട്ടോ ഉണ്ടാകും നിങ്ങൾ അതിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ ഭക്തിയുടെ രൂപമായി ഈ കാളയുടെ ശില്പം ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് ശിവൻ്റെ ബോഡി ഗാർഡാണ് എന്നാണ് പറയപ്പെടുന്നത്. ശിവക്ഷേത്രങ്ങളിൽ ശിവന് അഭിമുഖമായി കാണുന്ന മണ്ഡപത്തിൽ നന്ദിയുടെ രൂപം തീർച്ചയായിട്ടും കാണാൻ കഴിയും. കൂടാതെ അങ്ങനെ ഒരുപാട് കഥകളുണ്ട്. അപ്പം നമ്മൾ ഉത്രാടം പറയുമ്പോൾ വിശ്വദേവതകളായി നന്ദി എന്ന് പറയുന്ന കാളയെ, ഈ 2 കാര്യം. ഉത്രാടത്തെ പറ്റി പറഞ്ഞാൽ ഹിന്ദിയിൽ ആഷാഢം എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം പോലെ 2ാമത് വിജയം എന്ന് പറയുന്നത്. സെക്കൻഡ് ഹാഫിലാണ് ഉത്രാടം നക്ഷത്രക്കാർ വിജയിക്കുന്നത്. ആദ്യം കുറച്ച് കഷ്ടകാലമൊക്കെ ആയിരിക്കും. ജീവിതത്തിൻ്റെ 2ാം പകുതിയിൽ നക്ഷത്രത്തിൽ ജനിച്ചവരെ വളരെ വിജയിക്കുന്നവരെ പ്രസിദ്ധരുമായി കാണുന്നതാണ്. എല്ലാവരും പ്രസിദ്ധരായില്ലെങ്കിലും സമൂഹത്തിൽ വിജയിക്കുന്നവരും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്നവരുമാകും എന്നാണ് പറയപ്പെടുന്നത്. വിശ്വദേവതകൾ ദേവതയായും അപ്പോൾ വിശ്വദേവതയെ പരിപ്പെടുന്ന കുലീനത്വമുണ്ടെന്നാണ്. കുലീനത്വം കാത്തു സൂക്ഷിക്കുന്നവരാണ് വിശ്വദേവതകളെ കൊണ്ട് നമുക്ക് പറയുന്നത്. മനുഷ്യഗണത്തിൽ വരുന്ന ഉത്രാടം 3 നക്ഷത്രമായതിനാൽ പല ശുഭകാര്യങ്ങൾക്കും ഈ നക്ഷത്രം ഉപയോഗിക്കാറുണ്ട്. 3 നക്ഷത്രമാണ്. ഉത്രാടത്തിൻ്റെ നക്ഷത്രനാഥൻ എന്ന് പറയുന്നത് ആത്മകാരകനായ സൂര്യനാണ്. അപ്പോൾ വിശ്വദേവകൾ സൂര്യനൊക്കെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ സുപ്രീമസി, തല ഉയർന്നു തന്നെ നിൽക്കും. എപ്പോഴും സുപ്പീരിയർ കോംപ്ലക്സ് ഒക്കെ ഉണ്ടാവും പൊതുവെ അവർക്ക്. എന്നാൽ വിനയത്തിന് യാതൊരു കുഴപ്പമുണ്ടല്ലോ. വിനയത്തോടുകൂടി തന്നെയായിരിക്കും അവർക്കറിയാം ഞാൻ സുപ്രീമാണ്. എന്നാൽ അവർക്ക് തന്നെ അറിയാം ഞാൻ വിനയം കാണിക്കേണ്ട ആവശ്യമാണ് എന്നുള്ള ഈ 2 കാര്യങ്ങളുള്ളതാണ് അവരുടെ ഏറ്റവും പ്രധാനമായി. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയാൽ ഈ രാശിയെ നേരത്തെ പറയുന്നത് ധനുവിലും പിന്നെ മകരത്തിലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ 2 കണ്ടിന്യൂ. എൻ്റെ പണ്ഡിതന്മാരെന്ന് പറയാൻ ധനുവിൻ്റെ അധിപനം എന്ന് പറയുന്നത് വ്യാഴമാണ്.
വ്യാഴവും ശനിയാണ് മാരത്തിൻ്റെ. അപ്പോൾ ശ്രേഷ്ഠമായ 2 ഗ്രഹങ്ങൾ ഇവർ സ്വാധീനിക്കുന്നുണ്ട്, ശനിയും വ്യാഴവും. അതൊക്കെ ഇതെല്ലാം കാണിക്കുന്നത് ഉയർന്ന വിദ്യാഭ്യാസം, സൗന്ദര്യം, സൗഭാഗ്യം, ആത്മാർത്ഥത, സദാചാരബോധം, ഈശ്വരഭക്തി, ഉയർന്ന ചിന്താഗതിക്കാരാണ്. സാധാരണ ചിന്ത എന്ന് പറഞ്ഞാൽ നല്ല ചിന്താഗതിക്കാരാണ്. അന്യരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും, ശാന്ത സ്വഭാവം, വശീകരണ ശക്തി, ഇതൊക്കെ ഇവരുടെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ നന്ദിയുടെ കഥയിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നീതിയും ഭക്തിയും, വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാനുള്ള മനസ്സുമാണ് കാണിക്കുന്നത് ഈ നന്ദിയെ കാണിക്കുന്നത്. വളരെ നന്നായി വസ്ത്രധാരണം ചെയ്യുക, കഴിയുന്ന പല കാര്യങ്ങളും പരിശുദ്ധത കാത്തു സൂക്ഷിക്കുക, പ്യൂറായിരിക്കും. ദൈവവിശ്വാസം തുടങ്ങിയ ഇവരുടെ മുഖമുദ്രയാണ്. പലപ്പോഴും താൻ തനിച്ചാണെന്നൊരു ചിന്ത ഇവരെ അലട്ടാറുണ്ട് കൂടെ. അപ്പോൾ ഞാൻ ഒറ്റയാണല്ലോ. ഈ നാളുകാരെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത്, ബഹുമാനം കൊടുത്ത് ബഹുമാനം നേടുന്നവരാണ് അവർ. അല്ലാതെ ഈ ബഹുമാനിക്കണം എന്നെ എന്ന് പറയും മേടിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഇവരെ പല ഉന്നത സ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും എന്നാണ് ഇവരെ പറ്റി നമുക്ക് പറയുന്നത്. ഇന്ന് നമുക്ക് 2 ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ശനിയുടെ ഈ നക്ഷത്രത്തിൻ്റെ. അതിനെപ്പറ്റി ചെറുതായിട്ട് നമ്മുടെ കേരളീയ ജ്യോതിഷത്തിലെ ഈ നക്ഷത്രത്തെ പറ്റി പറയുന്നത് ചെറുതായിട്ട് നോക്കാം. നല്ല ബുദ്ധിശക്തി, സംസ്കാര സമ്പന്ന, ധാർമ്മികത ഇവരുടെ പ്രത്യേകതകളാണ്. നല്ല ധാരാളം സുഹൃത്തുക്കളുണ്ടാവും. അവരിൽ നിന്നുള്ള സഹായങ്ങളും ഇവർക്കുണ്ടാവും. സുഹൃത്തുക്കളെ സഹായിക്കുന്ന സുഹൃത്തുക്കളുണ്ടാവും എന്നാണ് പറയുന്നത്. ആ സഹായങ്ങൾ കൃതജ്ഞതയോടെ സ്മരിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ട്. ആത്മാർത്ഥതയും ദീനാനുകമ്പയും ഇവരുടെ ഗുണങ്ങളാണ്. കഴിയുന്നത് മറ്റുള്ളവർ ഉപദ്രവിക്കാതെ അവർക്ക് നന്മ ചെയ്ത് കഴിയാൻ അവർ ആഗ്രഹിക്കുന്നു. ആർഭാടങ്ങൾ വലിയ താല്പര്യമൊന്നും കാണിക്കാറില്ല, വലിയ കാണിക്കുന്നവരില്ല. മറ്റുള്ളവരുടെ പരുഷമായി പെരുമാറാനൊന്നും ഇവരുണ്ടാവില്ല. അതിന് പകരം ഇവരെ ആ ഭാഗത്ത് നിന്ന് സ്ഥലം വിടും, അവിടെ നിൽക്കില്ല. അങ്ങനെ വേണ്ടി വരികയാണ്. അപ്പോൾ ഇത് സ്വന്തം പ്രയത്നം കൊണ്ട് ഉയർച്ചയിലെത്തും എന്നാണ് പറയുന്നത്. പിന്നെ കുടുംബ ക്ലേശങ്ങൾ കൂടെ അവർക്ക് വരാറുണ്ട്. അത് ബിക്കോസ് ശനിയുടെയൊക്കെ സ്വാധീനം ഉള്ളതുകൊണ്ട് അതിനൊരു ഫാമിലി ലൈഫ് ഭയങ്കര ഷോർട്ട് ഒന്നും ആയിരിക്കില്ല. ഉദ്ദേശിച്ച ലെവലിലുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നടന്നില്ല എന്ന് വരും. അന്യായ മാർഗങ്ങളിലൂടെ ധനമൊന്നും സമ്പാദിക്കുന്നവരല്ല. സ്ത്രീകളാണെങ്കിൽ വളരെ ഭർത്താക്കന്മാരുടെ ഭക്തി കാണിച്ച് ഈശ്വരഭക്തി ഉള്ളവരായിരിക്കും. എങ്കിലും അഹങ്കാരവും വാഗ്ദോഷവും സംസാരവും കുറച്ച് എപ്പോഴും ഒന്നും കറക്റ്റായിരിക്കില്ല, ചിലവ് ചൂടാവാറൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവരെ പറ്റിയൊക്കെ പറയാവുന്ന കാര്യങ്ങളാണ്. ഈ 2 ഭാഗങ്ങളുണ്ടെന്ന് ഞാൻ പറയും. ഉത്തരാടത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ക്വാർട്ടർ, 4 ക്വാർട്ടറാണ്. അല്ല, ആദ്യത്തെ ഭാഗം നിൽക്കുന്നത് ധനുരാശിയിലാണ്. അപ്പോൾ ധനുരാശി വരുമ്പോൾ വിഷുദേവതകൾ, നന്ദി, പിന്നെ നമ്മുടെ വ്യാഴവും കൂടെ ഇവർ, പിന്നെ സൂര്യൻ, ഇത് 4ഉം കൂടാണ് അവർ സ്വാധീനിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു എന്താണ്, ഭാവിയിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് സപ്പോർട്ടിങ് അതേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത് ഈ ഫസ്റ്റ് ഹാഫ്. ആ ഫസ്റ്റ് ഹാഫും നമ്മൾ 2 ഹാഫിൽ വരുമ്പോൾ ഈ വർഷം 2025 നമുക്ക് എങ്ങനെയായിരിക്കും എന്നോട് നമുക്ക് പരിശോധിക്കാം. ഇപ്പം നിൽക്കുന്നത് ധനുരാശി ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം 3-ൽ ആണ് ശനി നിൽക്കുന്നത്. ആ ശനി കുഴപ്പമില്ല. മാർച്ച് 29 വരെ ശനി 3-ലാണ്. അപ്പോൾ കണ്ടശനിയൊന്നുമല്ല. ഇപ്പോൾ ശനി ഇപ്പോഴും കഴിഞ്ഞ ഒരു ഏകദേശം 1.5 വർഷം 2 വർഷത്തോളമായിട്ട് ശനി അനുകൂലമാണ്. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ചെറിയ തോതിലൊക്കെ റിസ്ക് എടുക്കുന്നുണ്ട്. ആ റിസ്കെല്ലാം അവർക്ക് വിജയിക്കുന്നുണ്ടെന്ന് പറയാം. പക്ഷേ എന്നും ഉണ്ടാകില്ല എന്ന് പറയും. ശനി മാർച്ച് 29 ശനി 4ലേക്ക് മാറുകയാണ് മീനത്തിൽ പോകുകയെന്ന് പറയാൻ ഇവരെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ശനി കണ്ടശനി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ ഇവർക്ക് വ്യാഴം നിൽക്കുന്ന 6-ലാണ്. അത് ഗുണങ്ങളൊന്നുമില്ല. വ്യാഴം ഇപ്പോൾ 7-ലോട്ടാണ് പോകാൻ പോകുന്നത്, മെയ് 15. അപ്പോൾ മെയ് 15 കഴിയുമ്പോൾ കണ്ടശനി ആണെങ്കിൽ പോലും വ്യാഴത്തിൻ്റേതായ ഗുണങ്ങൾ അവർക്ക് വരും, വ്യാഴത്തിൻ്റേത്. അപ്പോൾ മെയ് 15 വരെ ഇങ്ങനെയൊക്കെ നിൽക്കുക. മെയ് 15 ആയിട്ട് കൂടുതൽ പ്രോജക്ട്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നതാണ് വളരെ നല്ലത്. അപ്പോൾ ആ സമയത്ത് ഇവരെ പറ്റി പറയുന്ന ഇവരുടെ ചില പ്രൊഫഷൻസ്, ചില പ്രൊഫഷൻസ് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു സമയം തുടങ്ങുന്നത് മെയ് 15-ന് ശേഷമാണ്. ഇപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട എന്നുള്ള പറയാം. ലാബേഡിങ് ആണ്, ഇവരുടെ നോബിളാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നവരെന്നൊക്കെ ഞാൻ പറയും. സർവീസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ്, ഹ്യൂമാനിറ്റേറിയൻ നല്ലൊരു സേവന ഹൃദയമുള്ളവരാണ്, ചെയർഫുള്ളാണ്, എപ്പോഴും കൊണ്ട് ചിരിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. കോടതി സംബന്ധമായ വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഇവർക്ക് നല്ല ഗുണകരമായ സമയമാണ് മെയ് 15-ന് ശേഷം വരുന്നത്. പൊളിറ്റീഷ്യൻസിന്, ബാങ്ക് വർക്കേഴ്സ്, റിലീജിയൻ ബേസ്ഡ് ദേവസ്വം ബോർഡ്, അല്ലെങ്കിൽ പോറ്റി, തിരുമേനിമാർ, ഇങ്ങനെയുള്ളവർക്കെല്ലാം ഈ സെക്കൻഡ് ഹാഫ് വളരെ നന്നായിരിക്കും. അതുപോലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ്സുകാർക്ക്, കസ്റ്റംസ് ഓഫീസേഴ്സ്,
റെഫ്യൂജി ക്യാമ്പുകൾ എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സേവന സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ് വരാൻ പോകുന്നത്. അവർ ഈ മെയ് 15 വലുതായിട്ടൊന്നും ഇതിനകത്ത് കയറി കളിക്കാതിരിക്കുക. മറ്റുള്ള എല്ലാ പ്രൊഫഷനെയും ഞാൻ പറഞ്ഞൊക്കെ ബാധിക്കുകയും ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇവരുടെ സമയത്തോളം ഇവർക്കൊരു സമയമുണ്ട്. ഇവർക്ക് ഇടവം ഇപ്പോൾ വരാൻ പോകുന്ന നമുക്ക് പറയുമ്പോൾ ഉടനെ വരാൻ പോകുന്നത് ഫെബ്രുവരി 15 തൊട്ട് മാർച്ച് 15 ആ ഒരു മാസം എന്ന് വെച്ചാൽ കുംഭമാസം ഇവർക്ക് അനുകൂലമായൊരു മാസമാണ്. ആ മാസം നമുക്ക് സർക്കാർ സംബന്ധമായ കാര്യങ്ങളോ കാറുമായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെയുള്ള കോൺട്രാക്ട് സൈൻ ചെയ്യാനൊക്കെ ഏറ്റവും നല്ല മാസമാണ് അത്. അത് കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാസമാണ് മെയ് 15 തൊട്ട് ജൂൺ 15 വരെ ഇടവ മാസം അനുകൂലമാണ്. പിന്നെ പറയുന്നത് സെപ്റ്റംബർ 15 തൊട്ട് ഒക്ടോബർ 15 വരെ ഈ കന്നിമാസം, ഒക്ടോബർ 15 തൊട്ട് നവംബർ 15 തുലാമാസം. കന്നിമാസവും തുലാം എന്ന് വെച്ചാൽ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെയുള്ള 2 മാസവും ഇവർക്ക് അനുകൂലമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് മനസ്സിൽ വെച്ചേക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും വലിയ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഈ രാശി ജനിച്ചവർ വളരെ അനുകൂലമായിട്ട് മാസം കറക്റ്റായിട്ട് വരാനായിട്ട് മെയ് 15 വരെ കാത്തിരിക്കുക. അതിനുശേഷം വരുന്ന ഈ വർഷം വളരെ അനുകൂലമായിരിക്കും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ഞാൻ പറയുന്നത് സെക്കൻഡ് ഹാഫാണ്. സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പോൾ 2, 3, 4 3 പാദങ്ങൾ കിടക്കുന്നത്, ഉത്രാടത്തിൻ്റെ 3 പാദങ്ങൾ കിടക്കുന്നത് ശനിയുടെ രാശിയായ മകരൻ രാശിയിലാണ്. മകരൻ രാശിയെ സംബന്ധിച്ചിടത്തോളം ഏഴാണ്ട് ശനിയുടെ അവസാന ഘട്ടത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ശനിയുടെ വെച്ച് നോക്കുകയാണെങ്കിൽ ശനി ഏഴാണ്ട് ശനി നടക്കുകയാണ് കഴിഞ്ഞ 7 വർഷമായിട്ട്. അതിൻ്റെ അവസാന ഘട്ടമാണ്. മെയ് 29 ശനി മീനത്തിലേക്ക് മാറി കഴിയുമ്പോൾ ഇവർക്ക് വളരെ അനുകൂലമായൊരു സമയമാണ് ശനി വരുന്നത്. ഏഴാണ്ട് ശനി കഴിഞ്ഞിട്ട് ശനിയുടെ ഒരു നല്ല സമയം തുടങ്ങുകയാണ്. നേരെ മറിച്ച് നമ്മുടെ വ്യാഴം നോക്കിയാലും ഇപ്പോൾ വ്യാഴം ഇവർക്ക് വളരെ അനുകൂലമാണ്. വ്യാഴം 5 വരുന്ന വളരെ അനുകൂലമായിട്ട് ഇവർക്ക് വലിയ കുഴപ്പമില്ല വന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 15 വരെ വളരെ അനുകൂലമായിരിക്കും വ്യാഴം. അതിന് സംശയമൊന്നുമില്ല, നല്ല വ്യാഴമാണ്. ആ വ്യാഴം മെയ് 15 മിഥുനത്തിലേക്ക് മാറുമ്പോൾ 6ാം ഭാവത്തിലേക്ക് വ്യാഴം മാറും. അത് അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ ഇപ്പം അനുഭവിച്ച് അത്രയും സ്മൂത്തായിരിക്കില്ല എന്ന് പറയാം. പക്ഷേ 3ലേക്ക് ശനി പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവർക്കോട് പറയുന്ന സജഷൻ എന്ന് പറയാൻ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജയോഗ കാലഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രത്യേകിച്ചും മാർച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ നല്ല ഏപ്രിൽ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായൊരു മാസമായിരിക്കും. ശനിയും കൂടെ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ. അതുകൊണ്ട് ഈ മെയ് 15 വരെയുള്ള സമയം പൊതുവെ അനുകൂലമാണ്. ഈ സമയത്ത് കാര്യങ്ങളൊക്കെ തീർക്കുക. സെക്കൻഡ് ഹാഫ് അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റുള്ള കാര്യം കൊണ്ട് കഴിയുന്ന മെയ് മാസത്തിന് മുമ്പ് തീർക്കാൻ ശ്രമിക്കുകയല്ല, വെച്ചോണ്ടിരിക്കരുത്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഉള്ളത് കണക്കെടുപ്പും മറ്റു കാര്യങ്ങളുമാണ്. ആ ലെവലോട്ട് മാറണം. ഇതാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ല സമയം അതാണ്. ഹാൻഡ് റൈറ്റിങ് നല്ല ഇവരെ പറ്റി ചെറുതായിട്ട് പറയുന്നുണ്ടെങ്കിൽ നല്ല ഹാർഡ് വർക്കിംഗ് ആൾക്കാരാണ് ഈ മകരൻ രാശി ജനിച്ചവർ. വളരെ മെഷേർഡ് കാൽക്കുലേറ്റ് എന്ന് വെച്ചാൽ വളരെ കണക്കൂട്ടലിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ആൾക്കാർ. പ്ലാനിങ് നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോകാൻ അറിയുന്നവരാണ്. അപ്പോൾ ഇവരുടെ കണക്കൂട്ടലിൽ അധികം തെറ്റാറില്ല നമ്മൾ പറയും. എക്സ്പെൻസസ് റെഡ്യൂസ് ചെയ്യണം. ചിലർ പിശിക്കണം എന്നൊക്കെ പറയും. എന്നാലും കുഴപ്പമില്ല, വളരെ നീറ്റായിട്ട് പോകാം. കാരണം എക്കണോമിക്കലായിട്ട് മൂവി അറിയുന്നവരാണ്. അപ്പോൾ ഇവർ പെട്ടെന്ന് തീർക്കേണ്ട കുറച്ച് ആൾക്കാരുടെ കാര്യം ഞാൻ പറയാം. ഈ ട്രസ്റ്റ് സംബന്ധമായി വർക്ക് ചെയ്യുന്നവർ, ട്രസ്റ്റ് അല്ല അങ്ങനെയുള്ള കോഓപ്പറേറ്റീവ് സെക്ടർ ഇങ്ങനെയൊക്കെയുള്ളവർ കഴിയുന്നത് ഈ മെയ് 15 വളരെ അനുകൂലമാണ്. കാര്യങ്ങളൊക്കെ ആ സമയത്ത് തീർക്കാൻ നോക്കുക. ഇൻകം ടാക്സ് വർക്ക് ചെയ്യുന്നവർ, GST, റിസർച്ച് സയൻറ്റിസ്റ്റുകൾ, റിസർച്ച് ചെയ്യുന്നവർ, ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ധനം സൂക്ഷിക്കുന്നവർ, ഫൈനാൻസുമായി ബന്ധപ്പെട്ടെല്ലാം, മണിയിടപാട്, ഫൈനാൻസിയേഴ്സ്, ബാങ്ക് തുടങ്ങിയെല്ലാം, ആഡിറ്റേഴ്സ് എന്ന് വെച്ചാൽ കണക്കുകൾ കള്ളം കണ്ടുപിടിക്കുന്നവർ, ഹോമിയോപ്പതി ആൾക്കാർ, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ്, എൻജിനീയറിങ്, ഇങ്ങനെയുള്ള ഈ ടൈപ്പ് ആൾക്കാരെല്ലാം വളരെ കുറച്ചുകൂടെ ഞാൻ ഈ പറഞ്ഞ കാലഘട്ടങ്ങളിനകത്ത് എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇവർക്ക് മെയ് 15 അത്ര അനുകൂലമായിരിക്കില്ല. ഇപ്പോൾ ഉള്ള പോലത്തെ സീരിയസ് ഉണ്ടാവില്ല. അത് ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ മൂവ് ചെയ്യാൻ. നിങ്ങൾക്ക് നല്ല സമയം എന്ന് പറയുന്നത് മീനമാസം വളരെ അനുകൂലമായിരിക്കും. മീനമാസം അറിയാം മാർച്ച് 15 തൊട്ട് ഏപ്രിൽ 15 വരെ വളരെ അനുകൂലമായ മാസമാണ്. അത് കഴിഞ്ഞാൽ വരുന്നത് നമ്മുടെ ജൂൺ തൊട്ട് ജൂലൈ വരെ എന്ന് വെച്ചാൽ മിഥുനമാസം കൊള്ളാം. പിന്നെ വരുന്നത് ഒക്ടോബർ തൊട്ട് ഡിസംബർ 15 വരെയുള്ള 2 മാസ കാലഘട്ടം. തുലാം മാസവും വൃശ്ചിക മാസവും അനുകൂലമായ ഈ 4 മാസങ്ങൾ ഞാൻ പറഞ്ഞ അനുകൂല സൂര്യൻ്റെ മൂവ്മെൻറ്റ് വെച്ച് പറയുന്നതാണ്. സർക്കാർ സംബന്ധമായ കാര്യങ്ങളോ കോൺട്രാക്റ്റുകൾ സൈൻ ചെയ്യാനോ അല്ലെങ്കിൽ
കാറ്, വാഹനം തുടങ്ങിയ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ അതിന് പറ്റിയ മാസങ്ങളാണ് ഈ മാസങ്ങൾ. അതുകൊണ്ട് ഞാൻ ഈ കുറച്ച് പിന്നെ പ്രൊഫഷനെ പറ്റി പറയാമെങ്കിലും അതിനെപ്പറ്റി വേറെയുണ്ട എല്ലാ പ്രൊഫഷനും ബാധകമാണ് ഈ പറഞ്ഞ കാര്യങ്ങളില്ല. പിന്നെ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് പറയുകയാണെങ്കിൽ അവർക്ക് ഇപ്പോൾ ഫൈനാൻഷ്യലി ഇപ്പോൾ അനുകൂലമായ സമയമാണ്. ഈ മെയ് കഴിഞ്ഞാൽ കുറച്ച് അനുകൂല സ്ഥിതി മാറി ചിലവ് കൂടും. അതുകൊണ്ട് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കിയാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാൽ ജനറലായിട്ട് പറയുന്നതാണ്. 2 കോറിലും ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു അനുകൂലമായ അവസ്ഥ ആണ്. എങ്കിലും 7 ചൊവ്വ നവംബർ വരെ എന്ന് കറങ്ങുന്നുണ്ട് തിരിച്ചു മറിച്ചുമൊക്കെ. അതുകൊണ്ട് ചൊവ്വയുടെ 7ാം ഭാവത്തിലുള്ള ചൊവ്വയുടെ സംഭവം നമുക്ക് വീടിനകത്ത് ഭാര്യാഭർത്തക്കന്മാർ തമ്മിലുള്ള റിലേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. 2 പേരും ആത്മീയസംയമനം പാലിച്ച് ഡിപ്ലോമാറ്റിക്കായിട്ട് അവർ സംസാരിക്കുകയും കാര്യങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങളുണ്ടോ തമ്മിൽ വടക്കുകളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് 2 രാശിയിലുള്ള കാര്യങ്ങൾ അവർക്ക് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ജനറലായിട്ട് പറയാനുള്ളത്. ഇനി ഞാൻ കുറച്ച് രത്നനിർദ്ദേശം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല രത്നങ്ങൾ ഫസ്റ്റ് രാശിയിലുള്ള രത്നങ്ങൾക്ക് രത്നം സജസ്റ്റ് എന്ന് പറയാൻ യെല്ലോ മഞ്ഞപ്പുഷ്പമാണ്. സെക്കൻഡ് രാശിയിലുള്ളവർക്ക് മകരാശിക്കാർക്ക് ശനിയുടെ ബ്ലൂ സഫയറാണ് ഇവർക്ക് അനുകൂലമായ രത്നം. പിന്നെ ഉത്രാട നക്ഷത്രവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസങ്ങളിൽ സവിശേഷ പ്രാധാന്യത്തോടു കൂടി ശിവക്ഷേത്രങ്ങളിൽ സന്ദർശിച്ച് അവിടെ എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യുന്നവരുടെ അനുകൂലമായിരിക്കും, നന്നായിരിക്കും. ഗായത്രി മന്ത്രം ജപിക്കാൻ കിട്ടുന്ന ഒരു അവസരവും നിങ്ങൾ മിസ് ചെയ്യരുത്. ഗായത്രി മന്ത്രം ഏറ്റവും വലിയൊരു പരിഹാരമാണ്. ഇനി ഞാൻ പറയാം ലാൽക്കിതാവ് പരിഹാരങ്ങൾ. കുറച്ച് ലാൽക്കിതാവ് പരിഹാരങ്ങൾ പറയാം. നോർത്ത് ഇന്ത്യയിൽ മാത്രമുള്ള പരിഹാരങ്ങളാണ്. വളരെ രസകരവും ചിലവ് കുറയുന്നതുമാണ്. ഒന്ന്, സൗജന്യമായി ആരുടെ നിന്നും ഒന്നും സ്വീകരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്ന്. എന്നുവെച്ചാൽ നമ്മൾ എന്തെങ്കിലും കാശ് കൊടുത്തിട്ട് എന്തെങ്കിലും പ്രതിപാദനം ചെയ്തിട്ട് വാങ്ങിക്കാവുള്ളൂ. പ്രത്യേകിച്ചും അരി, വെള്ളി, പാൽ എന്നിവ ഒരിക്കലും സൗജന്യമായി വാങ്ങിക്കാൻ പാടില്ല. നാളികേരം, എണ്ണ എന്നിവ ക്ഷേത്രത്തിൽ വല്ലപ്പോഴൊക്കെ കൊണ്ടുവന്ന് ദാനം ചെയ്യുന്നത് നന്നായിരിക്കും. അന്ധന്മാരായ ആൾക്കാർക്ക് ഭക്ഷണം നൽകുക, ബ്ലൈൻഡിന്. അസത്യം പറയരുത് ഒരിക്കലും. സദാചാരം കറക്റ്റായിട്ട് പാലിക്കണം. അത് ഉത്രാട നക്ഷത്രത്തിൽ അല്ലെങ്കിൽ സദാചാരം പാലിക്കുന്നവരാണ്. വാനരന്മാർക്ക്, കുരങ്ങന്മാർക്ക് പനഞ്ചക്കര കൊടുക്കുക. ഞായറാഴ്ച കഴുകി ഉപവസിക്കുക ഒരു നേരമെങ്കിലും. ഗോതമ്പ്, പനഞ്ചക്കര എന്നിവ ദാനം ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ലാൽക്കിതാവ് പരിഹാരങ്ങളെ പറ്റി പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് സ്ട്രെങ്ത് കൂട്ടി ഉത്രാട നക്ഷത്രർക്ക് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.